തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് ഇന്ന് പുറപ്പെടും. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ ശിരസിലേറ്റി കാൽനടയായാണ് ശബരിമലയിൽ എത്തിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളുമായിട്ട് സുജു ആണ് ചേരുന്നത്. സുജു, നേരത്തെ ഒരു വാർത്തയുമായി എത്തിയിരുന്നു. വീണ്ടും ഗുഡ് മോർണിംഗ് അറിയിക്കുകയാണ്. സനോജും ശബരിമലയിലെ വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സുജുവിലേക്കാണ് പോകുന്നത്. സുജു, എന്താണ് മകരവിളക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുക്കങ്ങൾ എവിടം വരെ എത്തിയിട്ടുണ്ട്? തിരുവാഭരണ ഘോഷയാത്ര നടക്കാൻ പോകുന്നു. അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ് സന്നിധാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്? പ്രിയ, സന്നിധാനം പൂർണ്ണമായി തന്നെ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ഇന്നാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. മകരസംഗമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ പേടകൾ പന്തളത്തെ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് ആരംഭിക്കും. ഇന്ന് പുലർച്ചെ തന്നെ പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങൾ അത് കൊട്ടാരത്തിൽ നിന്ന് അത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തിലേക്ക് എത്തിച്ചിരുന്നു. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് തിരുവാഭരണ പേടകങ്ങൾ തിരുവാഭരണവും വലിയ കോയിക്കൽ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് എത്തിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ വലിയ തരത്തിൽ തന്നെ ഭക്തർ തീർത്ഥാടകർ ധാരാളം ഈ ദർശിക്കാനായി എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ വിശ്വാസത്തോടെയാണ് തീർത്ഥാടകർ തിരുവാഭരണങ്ങൾ ദർശിക്കാനായി എത്തുന്നത്. രണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ചടങ്ങുകളും ആരംഭിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. ഇത്തവണയും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വമാണ്. കഴിഞ്ഞ 60 വർഷമായും കുളത്തിനാൽ ഗംഗാധരൻ പിള്ള തന്നെയാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര നേതൃത്വം നൽകുന്ന. ശിരസിലേറ്റിക്കൊണ്ടാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുക. ആദ്യ ദിവസം രാത്രി 9-ന് ആയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കും. പിന്നീട് 13-ന് പുലർച്ചെ 3-ന് ഘോഷയാത്ര സംഘത്തിൽ തുടരും. അത് ലാഹ സത്രത്തിൽ നിന്നാണ് അടുത്ത ദിവസം. അതിനുശേഷം 14-നാണ് ശബരിമലയിൽ സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുക. ആദ്യം ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. പിന്നീട് 18-ാം പടിക്ക് മുകളിൽ വെച്ച ക്ഷേത്ര തന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കും. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് 1 മണിക്ക് പന്തളത്തു നിന്ന് ആരംഭിക്കും. ശബരിമല അതിൻ്റെ ഉത്സവത്തിൻ്റെ നിറവിലാണ്. ധാരാളം തീർത്ഥാടകർ ഇപ്പോഴും ശബരിമലയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ആദ്യം മുതൽ തന്നെ നമ്മൾ പറയുന്നത് പോലെ സംതൃപ്തമായ ഒരു തീർത്ഥാടന കാലമാണ്. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്ത തീർത്ഥാടന കാലത്തിനാണ് സമാപനത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല പമ്പയിൽ നിന്ന് പമ്പ സംഗമം നടക്കും. അതിൻ്റെ വിശേഷങ്ങൾ പ്രിയ ഞാൻ പറയുന്നില്ല. ശബരിമല പമ്പ സംഗമത്തെ പറ്റി സനോജു വിവരണം നൽകിയിരിക്കും. പ്രിയ.